24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. പരാതി പ്രളയത്തിലൊരു ശാസ്ത്രമേള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനെതിരായ പരാതികൾക്ക് കാരണം സംഘാടനത്തിലെ പിഴവ്. നഗരമേഖലയെ ഒഴിവാക്കി വേദി നിശ്ചയിച്ചതും മുന്നൊരുക്കങ്ങളില്ലാതെ പരിപാടി തുടങ്ങിയതും തിരിച്ചടിയായി. നൽകാനുള്ള കോടികൾ എവിടെ നിന്ന് സമാഹരിക്കുമെന്നും സംഘാടകർക്ക് അറിയില്ല. സർക്കാരിന്റെ സഹായം തേടിയെന്ന് JSFK കൺവീനർ ഡോക്ടർ വൈശാഖൻ തമ്പി 24നോട് പറഞ്ഞു. അടിമുടി പരാതി പ്രളയത്തിൽ മുങ്ങിയാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് തോന്നക്കലിൽ സമാപിച്ചത്. ആകെ ചെലവായി സംഘാടകർ പറഞ്ഞത് 14 കോടി. അടിസ്ഥാന സൗകര്യമൊരുക്കാൻ സർക്കാർ ചെലവാക്കിയത് 4 കോടി. പരിപാടി കഴിഞ്ഞതോടെ നഷ്ടം 6.5 കോടി. എന്തുകൊണ്ട്? കാരണങ്ങൾ ഇങ്ങനെ. നഗരമേഖല ഒഴിവാക്കി തോന്നക്കലിൽ വേദി നിശ്ചയിച്ചത് ആദ്യ തിരിച്ചടി. ജനുവരി 15-ന് തുടങ്ങേണ്ട ഫെസ്റ്റിനായി പണി തുടങ്ങിയത് ഒരാഴ്ച മുമ്പ്. ജനങ്ങളെ ആകർഷിക്കാൻ ഫെസ്റ്റിന് കഴിഞ്ഞില്ല. പ്രതിദിനം പ്രതീക്ഷിച്ചത് 25,000 പേരെ, വന്നത് 5,000-ൽ താഴെ. ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാണികളെ പിന്നോട്ട് നടത്തി. കല്ലുകടിയായി അമ്യൂസിയം KCST തർക്കം. വീഴ്ചകൾ സമ്മതിക്കുമ്പോഴും സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുന്നുവെന്നാണ് സംഘാടകർ പറയുന്നത്. തീർച്ചയായിട്ടും പരാതികൾക്ക് ഉന്നയിക്കുന്നവർക്ക് വളരെ ജെനുവിനായിട്ടുള്ള റീസൺസ് ഉണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ളതാണ്. സാമ്പത്തികമായി നഷ്ടമുണ്ടായ ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ വിസിറ്റർ കൗണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ താഴ്ന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ അതിന് ആനുപാതികമായിട്ടുള്ള കുറവുണ്ടായി. സർക്കാരിൽ നിന്ന് അനുഭാവമായിട്ടുള്ളൊരു പൂർവ്വം നടപടി നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്കും അവയറായിട്ട് സർക്കാരിനും ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മാസങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ കൂലിയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. കെടുകാര്യസ്ഥത കൊണ്ടുണ്ടായ പാളിച്ചയ്ക്ക് പിന്നിൽ അവർ ഉത്തരവാദികളല്ല. സർക്കാർ സഹായിക്കുമെന്ന വാദമുയർത്തി എത്രനാൾ വായടപ്പിക്കാനാകും? എല്ലാം ചെയ്തത് അമ്യൂസിയം എന്ന് പറഞ്ഞ സർക്കാരും തടിയൂരുകയാണോ? MG പ്രതീഷ്, 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.